ഗൈസ് അപ്പോൾ ഇന്നും നമുക്ക് കൊറിയർ ചെയ്യാനുള്ള ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് BS4 വണ്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയും ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ ഫുൾ സെറ്റായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പുതിയ ഇതുപോലത്തെ ഒരു ധൂം എടുത്തുകൊണ്ട് NSൻ്റെ ഒരു ധൂം എടുത്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റും എടുത്ത് അതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറ്റി സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൊറിയർ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം വയറും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കസ്റ്റമറിന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. അതോടൊപ്പം തന്നെ അടുത്തൊരു ഓർഡർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് ഈ ഒരു ബ്രേക്ക് ലൈറ്റാണ്, ഡൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ ടോക്കിൻ്റെ ഫുൾ സെറ്റ് മൾഗാർഡും ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നേരെ പാക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ അടുത്ത കൊറിയർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു NSൻ്റെ സീറ്റ് കവളാണ് കേട്ടോ, വെൽക്രോ അടിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഇത് പാക്ക് ചെയ്ത് കസ്റ്റമറിന് അയച്ചെടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ അടുത്ത കൊറിയർ വരുന്ന ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി ആട്ടോ. ഇത് യൂസ്ഡ് ആണ്, അത്യാവശ്യം ഹെവി യൂസ്ഡ് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇന്ന് പാക്ക്